സഞ്ജീവ്, ഇന്ന് രാവിലെ ഈ ചെന്നിത്തലയുടെ പ്രതികരണത്തിന് ശേഷം മുഖ്യമന്ത്രി ഈ പാഠപുസ്തകങ്ങളുടെ വിതരണം ഉദ്ഘാടനം നിർവഹിക്കുന്ന വേളയിൽ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ തന്നെയാണ്. എന്തു പറയാൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഒരുപക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. അതിലൊന്ന്, ഈ 10 വർഷത്തിനിടെ ആ വിദ്യാർത്ഥികൾ ഈ പാഠപുസ്തകങ്ങൾ നേരത്തും കാലത്തും കിട്ടുന്ന ഒന്നാണ് പാഠപുസ്തകം എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോഡ് ഷെഡിങ് എന്ത്, പവർ കട്ട് എന്തെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലത്തെ LDF സർക്കാർ കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ അങ്ങനെയാണ്, എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന വികസന നേട്ടങ്ങൾ. ഇതെല്ലാം വല്ലാതെ വിരൽ പിടിപ്പിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞു തന്നെ ഓർമ്മയുണ്ട്, രാജ്യം പങ്കെടുത്ത വലിയൊരു പണിമുടക്ക്, മോദി സർക്കാരിന് താക്കീതായി പണിമുടക്ക് നടത്തുമ്പോൾ ഈ പണിമുടക്ക് പുതിയ കാലത്തിന് യോജിച്ചതല്ല, കാലഹരണപ്പെട്ടതെന്ന് പറഞ്ഞ് VD സതീശനെ കൂടി കണ്ടു. ഏതായാലും രമേശ് ചെന്നിത്തല പറഞ്ഞ ആ തുഗ്ലക്കിലേക്ക് തന്നെ നമുക്ക് തിരികെ വരാം. എങ്ങനെ വിലയിരുത്തുന്നു ആ തുഗ്ലക്ക് പരാമർശത്തെ താങ്കൾ? അതിൽ നമ്മൾ കൊടുക്കേണ്ട ക്യാപ്ഷൻ, അതിൻ്റെ ഒരു അഭിപ്രായമായി സൂചിപ്പിക്കാനുള്ളത്, അതിൽ യഥാർത്ഥത്തിൽ ഓർമ്മയുണ്ടോ UDFന്റെ തുഗ്ലക്കാലം എന്നല്ല, തുഗ്ലക്കിനെ തോൽപ്പിച്ച അബ്ദുറബ് കാലം എന്ന് തന്നെ കൊടുക്കണം. എന്നിട്ട് എന്താണ് അബ്ദുറബിൻ്റെ കാലത്ത് കേരളത്തിൽ സംഭവിച്ചത് എന്നുള്ളത് കേരളം മനസ്സിലാക്കേണ്ടതുണ്ട്. പാഠപുസ്തകങ്ങൾ ലഭിക്കാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിദ്യാർത്ഥികൾക്ക് പരസ്പരം കൈമാറേണ്ടി വന്ന കേരളം, സ്കൂളിൽ കുട്ടികളില്ലാത്ത കാരണത്താൽ മറ്റ് സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ തലേ ദിവസം AEO വരുന്നു എന്ന ഭീഷണി മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അധ്യാപകർ ഓടിച്ചെന്ന് ഇല്ലാത്ത വിദ്യാർത്ഥികളെ കാണിച്ച് പെരുപ്പിച്ച് നമ്പർ കാണിച്ച് എങ്ങനെയെങ്കിലും സ്കൂൾ പൂട്ടാതിരിക്കാൻ ശ്രമിച്ചിരുന്ന UDF കാലം. സ്കൂളുകൾ പൂട്ടിക്കെട്ടാനുള്ള തീരുമാനമെടുത്തവരാണ് UDF എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇന്ന് കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂളുണ്ട്, മെഡിക്കൽ കോളേജ് സ്കൂള് അവിടെ നിലനിൽക്കുന്നു. ചത്ത എലിയെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയ നാടായിരുന്നു കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥി വിശ്വസിക്കുമോ? ഈ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ മെനു, പ്രാതൽ, അവരുടെ വൈകുന്നേരത്തെ പാലും മുട്ടയും ഉൾപ്പെടെ മറ്റ് പോഷകാഹാരങ്ങൾ, അതിൻ്റെ തുടർച്ചയിൽ വരുന്ന അവരുടെ യൂണിഫോം, കൈത്തറി യൂണിഫോം, അതിന് സ്റ്റിച്ചിങ് തുക, അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ മേഖലയിലും സർവത്ര മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇടതു ബദൽ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ ഇടതു ബദലിനെതിരെയാണ് ഒന്നും പറയാനില്ലാഞ്ഞിട്ട് എല്ലാത്തിനെയും നിരാകരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ അനുഭവത്തിൽ ഇതൊക്കെ മാറ്റങ്ങളായി വന്നിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഒരു ശരാശരി പൗരൻ്റെ, ഒരു 50 വയസ്സുള്ള ഒരു ശരാശരി പൗരൻ്റെ എല്ലാ ബോധ്യങ്ങൾക്കും ഉള്ളൊരു കാര്യം, 10 വർഷങ്ങൾക്ക് മുമ്പുള്ള UDF കാലം എത്രത്തോളം ദുരന്തമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ദുരന്തത്തെ മറച്ചു പിടിക്കാനാണ് ഈ വന്ന മാറ്റങ്ങളെയൊക്കെ ഒറ്റയടിക്കിൽ നിരാകരിക്കുകയാണ്. അതിനെ നിരാകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്, എല്ലാ UDF നേതാക്കളും ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 5 ലക്ഷം വീടല്ലേ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പണിതത് എന്നാണ് VD സതീശൻ ചോദിച്ചത്. 5 ലക്ഷം വീടേ? 1000 വീട് കൃത്യമായി പണിത് കൊടുക്കാൻ കഴിയാത്ത UDF ആണ് 5 ലക്ഷം വീടുകൾ പണിത ഒരു സർക്കാരിനെയും ഒരു ബദലിനെയും നോക്കി അപഹസിച്ചത്. ഓരോരോ വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെച്ചത്. ഇപ്പോഴത്തെ ഏറ്റവും അവസാനം പാഠപുസ്തകം കിട്ടാതെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പാഠപുസ്തകത്തിന് വേണ്ടി സമരം ചെയ്തു. SFIയുടെ സമരചരിത്രങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് പാഠപുസ്തക സമരം. ആ പാഠപുസ്തകത്തിന് വേണ്ടി സമരം ചെയ്തിരുന്ന കേരളത്തിൽ അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ്, എന്നാൽ ഈ അധ്യയന വർഷം കഴിയുന്നതിന് മുമ്പ് പാഠപുസ്തകം കൊടുക്കുകയാണ്. ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരുടെ തോൽവി സുനിശ്ചിതമാണെന്നും തെരഞ്ഞെടുപ്പിൽ വികസനത്തെ ചർച്ച ചെയ്യാൻ കഴിയില്ല, എന്തൊക്കെയാണ് കേരളത്തിലെ മാറ്റങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു ഈ തെറ്റായ ഇടപെടലാണ്, ഒരു നാട്യമാണ്, ഒരു അഭിനയമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ തുഗ്ലക്കിനെ നമ്മൾ ചരിത്രപരമായി നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ വെച്ചാണ് നമ്മൾ എല്ലാ തെറ്റായ പരിഷ്കരണങ്ങളെയും തുഗ്ലക് പരിഷ്കരണങ്ങൾ എന്ന് വിളിച്ചത്. എന്നാൽ UDF കാലത്ത് പരിഷ്കരണമല്ലായിരുന്നു, ബഹിഷ്കരണമായിരുന്നു. തുഗ്ലക്ക് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം, നാടിൻ്റെ തലസ്ഥാനം മാറ്റുകയായിരുന്നു ചെയ്തത്, പല പരിഷ്കരണങ്ങളുമാണ് വരുത്തിയത്. എന്നാൽ ആ പരിഷ്കരണങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്നാൽ UDF കാലത്ത് പരിഷ്കരണങ്ങളായിരുന്നില്ല, ബഹിഷ്കരണമായിരുന്നു. സാധാരണക്കാരനെ ബഹിഷ്കരിച്ചു UDF. അതുകൊണ്ട് തന്നെ UDFൻ്റെ തുഗ്ലക്കാലമല്ല, UDFൻ്റെ റബ്ബിൻ്റെ കാലമായി നമ്മളതിനെ പുനർവ്യാഖ്യാനിക്കണം. അത് കൃത്യമായി വിദ്യാർത്ഥികൾ അറിയേണ്ടതുണ്ട്.